അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്കായി ഗുജറാത്തിൽ നിന്നെത്തിച്ച കൂറ്റൻ ചന്ദനത്തിരി അയോധ്യയിൽ സുഗന്ധം പരത്തി തുടങ്ങി. വഡോദരയിലെ കർഷകർ രാമന് ഉപഹാരമായി സമർപ്പിച്ച ചന്ദനത്തിരിയിലേക്ക് അഗ്നി പകർന്നു. 1.5 മാസത്തോളം ഈ ചന്ദനത്തിരി രാമജന്മഭൂമിയിൽ സുഗന്ധം പരത്തും. അയോധ്യയിൽ പ്രതിഷ്ഠിതനാകുന്ന രാമലല്ലയ്ക്ക് വിവിധ തരത്തിലുള്ള ഉപഹാരങ്ങളാണ് ഭക്തർ കാണിക്കയായി സമർപ്പിക്കുന്നത്. ഗുജറാത്തിലെ വഡോദരയിൽ നിന്ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായാണ് 108 അടി നീളമുള്ള കൂറ്റൻ ചന്ദനത്തിരി അയോധ്യയിൽ എത്തിച്ചത്. കാണിക്കയായി എത്തിച്ച ചന്ദനത്തിരിക്ക് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് മഹന്ത് നിത്യഗോപാൽദാസ് അഗ്നി പകർന്നപ്പോൾ രാമജന്മഭൂമി ജയ് ശ്രീറാം വിളികളാൽ മുഖരിതമായി. വഡോദര സ്വദേശി വിഹാ പർവത് 6 മാസം കൊണ്ട് നിർമ്മിച്ച ചന്ദനത്തിരിക്ക് കുത്തബ് മിനാറിന്റെ പകുതിയോളം ഉയരമുണ്ട്. 3610 കിലോഗ്രാമാണ് ഭാരം. പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ച് തീർത്തും പരിസ്ഥിതി സൗഹൃദപരമായാണ് ചന്ദനത്തിരി നിർമ്മിച്ചിരിക്കുന്നത്. 376 കിലോഗ്രാം ചിരട്ട, 196 കിലോ നെയ്യ്, 1470 കിലോ ചാണകം എന്നിവയാണ് ചന്ദനത്തിരി നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 50 കിലോഗ്രാം ചുറ്റളവിൽ 1.5 മാസത്തോളം ഈ ചന്ദനത്തിരി സുഗന്ധം പരത്തുമെന്ന് നിത്യഗോപാൽദാസ് പറഞ്ഞു. ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി നിരവധി ഉപഹാരങ്ങളാണ് രാമഭക്തർ അയോധ്യയിലെത്തിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഇറ്റായിൽ നിന്ന് 8 ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച 2400 കിലോഗ്രാം തൂക്കം വരുന്ന ഭീമൻ മണിയും, അലിഗഡിൽ നിന്ന് 10 അടി ഉയരവും 400 കിലോ തൂക്കവും വരുന്ന പൂട്ടും താക്കോലും, ലക്നൌവിൽ നിന്ന് 8 രാജ്യങ്ങളിലെ സമയം ഒരുമിച്ച് കാണാവുന്ന ക്ലോക്കും നേരത്തെ എത്തിച്ചിരുന്നു. സീതാദേവിയുടെ ജന്മസ്ഥലമെന്നറിയപ്പെടുന്ന നേപ്പാളിലെ ജനകപൂരിലെ ഭക്തരും തങ്ങളുടെ രാമഭഗവാനായി സമ്മാനങ്ങളും ഉപഹാരങ്ങളും അയോധ്യയിൽ എത്തിച്ചിരുന്നു. വെള്ളിച്ചെരുപ്പുകൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, മധുരപലഹാരങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള 3000-ഓളം സമ്മാനങ്ങളാണ് ഭക്തർ അയോധ്യയിലേക്ക് സമർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ജനം.